നമുക്ക് സൽക്കർമ്മങ്ങളോട് ഉന്മേഷമില്ലെങ്കിൽ നമ്മൾ ആ മാസത്തിൽ എത്തിയത് കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. നമ്മളൊക്കെ ഇന്നും ജീവിച്ചിരിപ്പില്ലേ? നമ്മൾ ഹയാത്തിലുണ്ടായിട്ട് എത്ര സൽക്കർമ്മങ്ങൾ നമുക്ക് മുടങ്ങുന്നുണ്ട്. തഹജ്ജുദ് നിസ്കാരം വലിയ പുണ്യമുണ്ടെന്നും അതിനുള്ള കണക്കുകൾ, അതിനുള്ള പ്രതിഫലം ഒരാൾക്കും അറിയിച്ചു കൊടുത്തിട്ടില്ല എന്നും ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയുൻ, അത്തരത്തിലുള്ള ആളുകൾക്ക് കിട്ടാൻ പോകുന്ന വലിയ പ്രതിഫലം, അവർക്ക് ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുള്ള പ്രതിഫലം ഒരാൾക്കും അറിവില്ലാന്ന് അല്ലാഹു തആല അതിനെക്കുറിച്ച് അത്ര വലിയ മഹത്വമാണെന്ന് അറിയിച്ചിട്ടും നമ്മൾ ഈ സെക്കൻഡ് വരെയും ജീവിച്ചിരുന്നിട്ടും എത്ര രാത്രികളിൽ നമ്മൾ തഹജ്ജുദ് നമസ്കരിക്കുന്നുണ്ട്? എന്താ കാരണം? മടി, അലസതയാണ്, ഉന്മേഷമില്ല. ഇതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ എന്നുള്ള പ്രാർത്ഥനയും കൂടെ കരുതണം. കാരണം എന്താ അറിയോ, റമദാനിലാണ്ട് എത്തിയ ആദ്യ ദിവസങ്ങളിലൊക്കെ ഒരു തുടക്കത്തിലുള്ള ആരംഭ ശൂരത്വം എന്ന് പറയും നമ്മുടെ മലയാളത്തിൽ, ആദ്യത്തിലുള്ള ഒരു വലിയ ആവേശം പിന്നാണ് നഷ്ടപ്പെടുകയാണ്. ഓരോ ദിവസങ്ങൾ കഴിയും തോറും ഉന്മേഷം കൂടേണ്ട മാസമാണ് റമദാൻ. പക്ഷേ ആളുകളിൽ കാണുക നേർ വിപരീതമാണ്, ഉന്മേഷം കമ്മിയായി വരും. അതെന്തുകൊണ്ടാണെന്നറിയോ? ആ ഉന്മേഷമില്ലായ്മ എന്തുകൊണ്ടാ? ആലസ്യം നമ്മളെ പിടികൂടുന്നത് എന്തുകൊണ്ടാ? ഒരു കർമ്മം ചെയ്യാൻ വിചാരിച്ചാൽ പോലും ഉന്മേഷമല്ല, അതിന് സാധ്യതല്ല, താല്പര്യമല്ല, അങ്ങനെ അത് മുടങ്ങിപ്പോവുകയാണ്. മഹാനായ ഹസനുൽ ബസരി റഹിമഹുല്ലയോട് ഒരു ശിഷ്യൻ വന്നുകൊണ്ട് ചോദിച്ചു, ഉസ്താദേ, നിങ്ങളുടെ ക്ലാസ്സും ദർസും ഒക്കെ കേട്ടിട്ട് രാത്രി നീണ്ട തഹജ്ജുദ് നിസ്കരിക്കണം എന്ന് ഞാൻ പലപ്പോഴും വിചാരിക്കും. അങ്ങനെ അതിനുവേണ്ടി ദൂര സ്ഥലത്ത് നിന്ന് രാത്രിയിൽ എഴുന്നേറ്റാൽ എനിക്ക് അംഗസ്നാനം ചെയ്യാൻ ഉതുവെടുക്കാനുള്ള ശുദ്ധജലം ഞാൻ ഒരു ഭാഗത്ത് കരുതി വെക്കും. ആ തയ്യാറെടുപ്പോടുകൂടെയൊക്കെ ഞാൻ കിടന്നുറങ്ങും. പക്ഷേ എനിക്ക് എഴുന്നേൽക്കാൻ കഴിയാറില്ല, എനിക്ക് നിസ്കരിക്കാൻ പറ്റുന്നില്ല. പലപ്പോഴും എൻ്റെ അവസ്ഥ അങ്ങനെയാണ്, വിചാരിച്ചിട്ടും എനിക്കതിന് സാധിക്കുന്നില്ല. ഹസൻ ബസരി റഹിമഹുല്ലാ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു, എങ്കിൽ ഖയ്യദത്ക ദുനൂബുക, താങ്കളെ അതിൽ നിന്ന് വിലക്കിടുന്നത്, താങ്കളെ അതിൽ നിന്ന് ബന്ധിച്ച് മാറ്റി നിർത്തുന്നത് ദുനൂബുക, നിന്റെ പാപങ്ങളാണ്. അപ്പൊ പാപക്കറകൾ ബാക്കിയുള്ള ഹൃദയത്തോടെ റമദാനിലേക്ക് പ്രവേശിച്ചാൽ റമദാനിൽ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഉന്മേഷം കിട്ടില്ല. അതുകൊണ്ട് റമദാനിലേക്ക് പ്രവേശിക്കുന്ന ഞാനും നിങ്ങളും ആദ്യം ചെയ്യേണ്ടത് അത്തൗബത്തുൻ നസൂഹ് വകസറത്തുൽ ഇസ്തിഗ്ഫാർ, വ്യക്തമായ നിലക്ക് പൂർണ്ണമായ തോതിലുള്ള തൗബ, ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചുകൊണ്ടിരിക്കുക.